സുധീഷിനെ തട്ടിക്കൊണ്ടു പോയതിനു പിന്നിൽ രാജീവും അരുണുമാണെന്നറിയുന്നതോടെ നിധി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് രാജീവ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോടെ നിധിനെ ഒരാഴ്ചക്കുള്ളിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് രാജീവ് തന്നെ വെല്ലുവിളിച്ച വിവരം സുധീഷ് പറയുന്നു. ശേഷം ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുതെന്ന് പറയുന്ന രാജീവിനോട് നിധി ദേഷ്യപ്പെടുന്നു. തുടർന്ന് വീട്ടിൽ വന്നപ്പോൾ മുതൽ രാജീവും അരുണും ചെന്ന് തന്നെ അപമാനിച്ച വിവരം കൂടി സുധീഷ് പറയുന്നതോടെ രക്ഷപ്പെടാൻ നിവർത്തിയില്ലാതെ നിന്നെയും നമ്മുടെ സ്വത്തും തട്ടിയെടുക്കാനായി ഇവൻ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാമെന്നും ഞാൻ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയതിന് എന്ത് തെളിവാണുള്ളതെന്നും രാജീവ് ചോദിക്കുന്നു. തുടർന്ന് രാജീവും അരുണുമാണ് ഈ കൊട്ടേഷൻ തന്നതെന്നുള്ള സത്യം ഗുണ്ട വെളിപ്പെടുത്തുന്നു. തുടർന്ന് സത്യങ്ങൾ തിരിച്ചറിയുന്ന നിധി രാജീവിനോടും അരുണിനോടും പൊട്ടിത്തെറിക്കുകയും ലോകത്തൊരച്ഛനും ഇങ്ങനെ ചെയ്യില്ലെന്നും പറയുന്നു. ശേഷം എല്ലാ ബന്ധങ്ങളും ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സുധീഷിനൊപ്പം തിരികെ പോകാനൊരുങ്ങുന്ന നിധിയോട് ഇതിനെല്ലാം നീ അനുഭവിക്കുമെന്ന് പറഞ്ഞ് രാജീവ് വെല്ലുവിളിക്കുന്നു. തുടർന്ന് ഇവിടെ കഴിയുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് അവിടെയാണെന്നും ചാകേണ്ടി വന്നാൽ ഇവിടേക്ക് തിരികെ വരില്ലെന്ന് പറഞ്ഞ് നിധി സുധീഷിനും കൂട്ടർക്കുമൊപ്പം പോകാനിറങ്ങുന്നു. ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന നിധി സുധീഷിനോട് സുഭാഷിനോട് മാപ്പ് പറയുന്നു. തുടർന്ന് വീണ്ടും തിരിച്ചകത്തെത്തുന്ന സുധീഷ് അരുണിനെ തല്ലി ശരിയാക്കുകയും രാജീവിന് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം എല്ലാവരും തിരിച്ച് കിളിക്കൂട്ടിലേക്ക് പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.